Q Developers ഉപ്പും മുളകും. ആരെ കാണാനില്ലല്ലോ. എത്ര തിരക്കടക കഴിച്ചു വരട്ടെ. ആര് എന്ത് എന്ത് ആര്? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ആരെന്തെന്ന്. അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ ആരാണെന്ന്. നിങ്ങളിവിടെ ആരെ കാണാൻ വന്നത്? നിങ്ങൾ ആരൊക്കെയാണ് വന്നത്? ഇതെന്റെ അണ്ണന്റെ വീടാണ്. ഓ മനസ്സിലായി. പോയി അണ്ണനെ വിളി. എന്നിട്ട് അല്ല ശശി വന്നിരിക്കണം പറ. ശശി വന്നിരിക്കണെന്ന്? ആ പോടേ. ഇത്ര നേരം ഇവിടെ കുറ്റിയടിച്ച് പോയി പറഞ്ഞൂടെ? നീ അങ്ങോട്ടല്ലേ പോണത്? പോയി പറയടേ. മക്കളെ ചേച്ചി വന്നില്ലേ? കാത്തു ചേച്ചി അമ്മയും കൊണ്ട് അമ്മേനെ വീട്ടിൽ പോയി. അമ്മേടെ വീട്ടിൽ പോയാ? ആ ഞാൻ എത്തി. ആരുടെ വേണാലി? പോടാ, നമുക്ക് വേണ്ടപ്പെട്ട ആളാണത്. ഇപ്പൊ ശശി ആരാണെന്ന് മനസ്സിലായടാ. നിങ്ങൾ ചെല്ലേ, അകത്തോട്ട് ചെല്ലേ. നീ വാ. ഞാൻ വരാം. വല്ലിച്ച വരാം മക്കളെ. കാത്തു ചേച്ചിനെയും കൊണ്ടുപോയി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം മക്കളെ. മറ്റേ കക്ഷി അതുണ്ടാ? തൊണ്ടറാ ഉണ്ടാ? ഓ മുടിയൊക്കെ പോയല്ലേ. ചെറുപ്പത്തിലെ മുടിയൊക്കെ ശ്രദ്ധിക്കണായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ. ചുമ്മാ നീ പോ. ഞാൻ വരാം മക്കളെ. ചെല്ല്. എടാ നീ എപ്പോ വന്നത്? ഞാൻ വന്നിട്ട് കുറെ നായി. ഇപ്പൊ ഇവിടെ ആളും പേരൊക്കെ കൂടിയില്ലേ? പറയടാ, നമ്മൾ വന്ന കാര്യം നടക്കുമെന്ന്. എടാ ഇന്നലെ രാത്രിയാണ് ഞാൻ മറന്ന് വിളിച്ച് പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയെന്ന്. കുഴപ്പമില്ല, എന്താ നീ വന്നല്ലേ? ഒരു കാര്യം ചെയ്യ്. ആ വരുമ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിട് കേട്ടാ. പറഞ്ഞു വിടാന്ന്. നീ പോ. ഞങ്ങോട്ട് പോട്ടാ. ഉറങ്ങണ ഒന്നിനും രാത്രി ഉറങ്ങില്ലേ? അവിടെ മോട്ടറിന് രാവിലെ വന്നാണെന്ന്. രാത്രി വെട്ടുണ്ടായിരുന്നു. രാത്രി വെട്ടില്ല. എന്നാലും നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടത്തി ഇതുവരെ അങ്ങോട്ട് വന്നില്ലല്ലോ നിങ്ങൾ. വരാം, കുറച്ച് ദിവസം കഴിയട്ടെ. വരാം. കുറച്ച് ദിവസം കഴിയുമ്പോ സ്കൂൾ തുറക്കും. അപ്പം വല്യമ്മ പറയും കുറച്ച് ദിവസം കഴിയട്ടെ. വല്യമ്മക്ക് ഈ വാജോടി മാത്രമേ ഉള്ളൂ മക്കളെ, ഒന്നും നടക്കൂല. ലച്ചു മക്കളെ, നീ ബാംഗ്ലൂരായിട്ടപ്പോ എത്തിയേ? ഇന്നലെ തിരിച്ചപ്പാ. എങ്ങനെയുണ്ട് ബാംഗ്ലൂരൊക്കെ? ഓ അടിപൊളി. ബാംഗ്ലൂര് ക്ലാസ്സിന്റെ കാര്യം അന്വേഷിക്കാനാ അവള് പോയത്. പോയപ്പോ തന്നെ അവൾക്ക് അടിപൊളി. ഈ കണക്കിന് ഇവൾ പഠിക്കാൻ പോയ എന്തായിരിക്കും അവിടെ? എന്താവാ ഉള്ള ഫീസ് വേസ്റ്റ് അല്ലാതെ തോന്നുന്നു. പഠിക്കാൻ പോയാൽ മര്യാദയ്ക്ക് പഠിച്ചോളാം, അല്ലെങ്കിൽ അടി ശരിയായിക്കളയും. ഇതൊന്നും നേരെ ഒന്നും ആവില്ല എത്ര അടിച്ചാലൊന്നും. ഡേയ് അച്ഛൻ എന്ത് പറയണ്? അച്ഛൻ എപ്പോഴും നിന്റെ കാര്യം തന്നെ പറയാനുള്ളത്. നീയും പിള്ളേരെ എവിടെയോ പോയി കിടക്കണു. പിന്നെ അമ്മൂമ്മ നിനക്ക് കുറച്ച് ഉണ്ണിയപ്പം തന്നെ വെച്ചിട്ടുണ്ട്. പഴയതുപോലെ തന്നെ ആർക്കും കൊടുക്കല്ലേ, നിനക്കേ തരാമെന്ന് പറഞ്ഞു കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് ചോദിക്കും, അവൻ വന്നാടാന്ന്. മുറ്റത്താര് വന്ന് സംസാരിച്ചിരുന്നാലും എന്റെ തമ്പിക്കുട്ടോ എന്ന് മുറിയിരുന്ന് വിളിച്ച് ചോദിക്കും. നീ എന്ന് വിചാരിച്ചായിരിക്കും കേട്ടാ. ഇതൊരു സ്നേഹമായിരുന്നു അമ്മൂമ്മക്ക്. പണ്ട് എന്തുണ്ടാക്കിയാലും ഒളിച്ചെനിക്ക് തരും. അച്ഛൻ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം അമ്മക്ക് കലികളാവും. ഒരിക്കൽ എൻ്റെ അച്ഛൻ അടിച്ചപ്പം എണീക്കാൻ പോയ അമ്മൂമ്മ ഊന്നോട്ടിട്ട് അച്ഛൻ്റെ മുട്ടിൽ ഒറ്റയായി. ഇവിടെ കൊണ്ട് 2-3 മാസം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെ? ഇവിടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എനിക്കിഷ്ടം അമ്മമ്മ ഇവിടെ വന്ന് നിൽക്കണത്. നീലടേ ഞാനാ പറഞ്ഞത്. എന്തിനോടെ കിടന്ന് കറങ്ങണത്? ഇടേ അത് നമ്മളെ ജംഗ്ഷനിലെ ഒരാളാണ്. ജോലിയും കൂലിയൊന്നും ഇല്ല. പാവം ഇവിടെ വന്നിരിക്കും. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ 10-500 രൂപ ചക്രം കൊടുക്കും. എത്ര കൊടുക്കും? 50 രൂപ കൊടുക്കും. അത് പറ. 500 കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കണ്ടാ ഇത് കണ്ടാ ചിറ്റപ്പ മുടി വളർച്ച കോല കണ്ടാ നീ കണ്ടാ? മുടി ഒരുപാട് വളർന്നല്ലേ? കൊള്ളാം കേട്ടാ. ചില പിള്ളേർക്ക് മുടി വളർന്ന ഒട്ടും ചേരില്ല. പക്ഷെ എന്റെ മോന് മുടി വളർന്നപ്പോ ഭയങ്കര ഒരു ഐശ്വര്യമാണ്. ഇവന് മുടി ഉള്ളതാണ് നല്ലത്. അത് നീക്ക് കഷണ്ടിയാണ്ട് തോന്നുന്നു. പടാടുത്ത് പറയുക കേട്ടാ. സത്യോടാ. എടാ ശശി നീ കൊളാക്കണേ, ഞാൻ കൊണ്ട് തരാവനെ. ക്ഷമാട്ടാ, ഞാൻ കയറി വിട്ട് കളയും കേട്ടാ. നീരി പണ്ടേ ഞാൻ ഒരു വീട്ടില് കൊച്ചിന് മുടി വെട്ടാൻ പോയി. ഭയങ്കര നിലവിളി. മുട്ടായി കൊടുത്തു നോക്കി, പാല് കൊടുത്തു നോക്കി, നടക്കൂല. അവസാനം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരാഴ്ച അവിടെ കൊണ്ട് കൂടി. എന്നിട്ട് കൊച്ചിനെ കുളിപ്പിച്ച് പാട്ടുപാടി ഉറക്കി. അവസാനം കൊച്ചിന്റെ തന്തേ വേണ്ട, എന്റെ സ്നേഹം മാത്രം മതി. എന്നിട്ട് ഞാൻ അവിടുന്ന് മുടി വെട്ടിയിട്ടേ വന്നുള്ളൂ കേട്ടാ. ഈ ഒരാഴ്ചയായിട്ട് നിന്റെ സ്വഭാവം വീട്ടുകാർക്ക് ബോധ്യപ്പെട്ട്. നിന്റെ പയ്യനല്ലേ പോണത്? ചുമ്മാ നീ വിളിക്കാം, ഞാൻ വിളിക്കാം. നീ വാടാ ചക്കരെ. എന്താ വെച്ചാ? ആടാ ഞാൻ പുറത്തു പോയിട്ട് വരാം. വാടാ മക്കളെ. നീ എവിടെ പോണ്? ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരാനായിരുന്നു. കടയിൽ പോണ? എടാ ചിറ്റപ്പനും കൺമണിയൊക്കെ വന്നേക്കില്ലടാ. പിന്നെ നീ അവരെ ഇവിടെ ഇരിക്കണ്ടേ? മക്കളെ നീ വാടാ മക്കളെ. വാടാ ചക്കരെ, നീ വാ. നീ എവിടെ പോണ്? ഞാൻ കട വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാനായിരുന്നു.
ഇടേ ഇവന്റെ മോഹം ഭയങ്കര ഐശ്വര്യമാണ് കേട്ടാ. പിന്നെ പക്ഷെ ഈ മോഹം ആരും കണ്ടിട്ടില്ല. ഇത്തിരി ഒന്ന് മുടി വെട്ടാ എങ്ങനെ ഇരിക്കുമെന്നറിയാ. ഷേ നാട്ടുകാരെല്ലാം പറയടാ. പക്ഷെ അവൻ കേൾക്കൂലടാ, ഞാൻ പറയുന്നത് കേൾക്കൂല അവൻ. ഇടേ ഒന്ന് കത്തിരി വെച്ച് കിട്ടിയാ എങ്ങനെ ഇരിക്കുമെന്നറിയാ. ഓഹോ അയ്യോ അയ്യോ എങ്ങനെ ഇരിക്കുമെന്നറിയടാ. ഞാൻ പറയാം എൻ്റെ മോൻ കേൾക്കും. മക്കളെ അയ്യ ഈ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞാ ഞാൻ കേൾക്കില്ല. മക്കളെ എന്നെ പ്രതീക്ഷ പ്രതീക്ഷ കൈവിടണ്ടേ ബാലു. ഇങ്ങനെ ഉള്ള പിള്ളേര് മുടി വളർത്തിക്കൊണ്ട് അധികം നടക്കൂല. വെട്ടോന്ന് വിട്ടുവിടാ മക്കളെ. അല്ല അങ്കിളാര് ജോത്സ്യനാ? ഇവിടെ മുടിയുടെ കാര്യത്തിൽ ഞാൻ വലിയ ജോലി തന്നെ. ഇടേ മക്കളെ നീ അകത്ത് പോ അച്ഛൻ അകത്തോട്ട് വരാം. പോ ഞാൻ പുറത്തു പോയിട്ട് വരാം. വേണ്ട അകത്ത് അച്ഛൻ വരാന്ന്. ഇടെ പോടാ. ഏയ് യവൻ ഭയങ്കര സൈസാണ് കേട്ടാ. സൈസ് എന്ത് സൈസ്? എടെ പിടി തരാത്ത സൈസാണെന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇപ്പൊ എന്ത് ചെയ്യൂടെ? ഒരു കാര്യം ചെയ്യാം, ഉറക്കി കിടക്കാം. ഉറക്കിയാ ഉറക്കിയെടുത്താം. ഉറക്കി കിടത്തിയാ പറ്റില്ല, പക്ഷെ ഉറക്കി കിടത്തണം. എങ്ങനെയാണെന്നറിയാ, ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നു. ഇതങ്ങോട്ട് പിടി. എന്തോ ഉറക്ക ഗുളിയാ. പോരാടുന്ന്. ഇട ഇതിന്ന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരാനില്ലെന്ന്. ഇട ഞാൻ എത്ര അടുത്ത് കൊടുത്തേക്കണ്. ചെറുക്കന് വല്ലതും പറ്റിയാണ്ടല്ലോ സോമാറും. ഇത് ഒന്നും പറ്റൂല. ധൈര്യമായി പോടേ. കുറേ കുറച്ചു നേരം നോക്ക്. എത്ര കൊടുക്കണം? ഒരു 2 കൊടുത്താൽ. ഏയ് നിന്റെ മോൻ മുടിയുടെ സംസാരം കേട്ടോട്ടല്ല അടിച്ച് അണപ്പുറം തെറിപ്പിക്കാൻ തോന്നുന്നു. അപ്പൊ ആരടി മോനിയമ്മ? ബോണിയമ്മോ? അതായത് എന്റെ കുഞ്ഞമ്മേരെ മോൻ. ഓ ശരി. ആദ്യം അവിടെ നിൽക്കുന്ന ഒരാളില്ലേ, അതോട് പോകാൻ പറ. അവനെ ഞാൻ പോകാൻ പറയില്ല. നിന്റെ മോനെ ഞാൻ ഇവിടെ അടിച്ചിറക്കും. അവൻ എന്റെ മാനവൻ രക്ഷിക്കാൻ വന്നതാണ് ശശി. അയാളെ കാണുമ്പോഴേ അറിയാം അയാൾ അത്ര ശരിയല്ല. അടിച്ചു കാര്യത്തിൽ കേട്ടോ ഞാൻ. ഏയ് ഇവിടെ എന്താ പ്രശ്നം? ഓ പ്രശ്നമൊന്നുമില്ല. വിഷ്ണു ഇല്ലേ, വിഷ്ണുവിന്റെ മുടി വെട്ടണമെന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ഇളകി കിടക്കുക. ഏയ് അവൻ കൊച്ചി ഇറക്കല്ലോടാ. അവൻ വളർത്തിട്ട് അവന്റെ ആഗ്രഹം തീരുമ്പോ അവൻ തന്നെ വെട്ടി കളയുന്നേ. ഈ വെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? വളർത്താൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അടുത്ത വർഷം ചിലപ്പോ വെട്ടുപോൻ. നിന്റെ അടുത്ത് അവൻ പറഞ്ഞ? അല്ല പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നിയതാ. കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞു. ഈ വർഷം വെട്ടാന്ന് എവിടെ ആയിട്ട്? വല്യച്ചാ ആ മക്കള് വാ. എന്തോ മക്കളെ? എനിക്ക് വാഴക്കപ്പം വാങ്ങിച്ചോ? വാഴയ്ക്കാ പോ. വൈകുന്നേരം വാങ്ങിച്ചു കേട്ടാ. ഡേ ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ നീ 3-4 വാഴക്കപ്പം കഴിച്ചത്? അതപ്പോ രാവിലെ അല്ലേ, ഇപ്പൊ എത്ര നേരമായി? നീ സമയം നോക്കി വെച്ച് വാഴക്കപ്പം കഴിച്ചോണ്ടിരിക്കണടി. വല്യച്ചാ ചുമ്മാടാ കൊച്ചിനെ വിട്ടാടാ. നമുക്ക് വൈകുന്നേരം വലിച്ച് വാഴയ്ക്കാ പോകുന്നത് കേട്ടാ. എത്ര വേണം? ഒരു 10. എന്താ അമ്മ? ആ ചെല്ല് വാങ്ങിച്ചു. 10 എണ്ണം. ചെല്ല് വാങ്ങിച്ചു കേട്ടാ. ചെല്ല്. ഡേയ് ഇങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. കാശുവിനെ പോലെയാണ്. ഈ പ്രായത്തിലല്ലേ പിള്ളേരെ കഴിക്കുള്ളൂ. ഇപ്പൊ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ എന്തോ ആരെ കഴിക്കണത്? ഡേയ് നിന്നെ അവന് കുറച്ച് പേടിയുണ്ട്. നീ പറഞ്ഞ അവൻ കേക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അവന്റെ മുടി വെട്ടിക്കേ. ബാലു ഡേ ഇങ്ങനെയൊക്കെ എന്നാ കാര്യത്തിലോട്ട് കിടക്കണ്ടേന്ന് വരാന്ന്. എന്തൂടെ വിട്ടോണ്ട് കൊന്നു കൊണ്ടുപോകണം. ഞാൻ മുമ്പ് കൊണ്ട് നിർത്തി തരാം. ഇങ്ങോട്ട് വേണം. ഇവ എന്തിനാ ഈ കോഴി കറങ്ങുമ്പോൾ വീട്ടിൽ ചുറ്റും കിടന്ന് കറങ്ങണത്? പാവടാ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. അതല്ലേ. ഓ നീ ചെല്ലേ. അല്ലേ ചോദിക്കാം ഞാൻ പോലടി. അല്ലേ വേണ്ട നീ പോ. എവിടെ? എടാ ഞാൻ പോകാൻ പോയില്ലേ, അതുവഴി നീ പോ. നീ പോകുമ്പോ എടുത്ത് ഞാൻ എങ്ങനെയാ? ഞാൻ പോയില്ലടാ. ഞാൻ കൊണ്ട് നീ പോ. എവിടെ പോയി? എന്തോന്ന് എടാ നീ അല്ലേ നീ പോ. എന്താണ് ചേട്ടത്തെ ഇത്? കറിയിലേ പോയി കേട്ട, കറിയിലേ നീ പോയി. പോടേ. എടാ പോടേ. ഞാൻ പോകണ്ടേ? ആ പോ. വിഷ്ണു മക്കളെ ചൂട് നാരങ്ങ വെള്ളം കൂടി. ചൂട് നാരങ്ങ വെള്ളോ? ഭയങ്കര ചൂടടാ. നാരങ്ങ വെള്ളം കുടിയടാ. അച്ഛൻ കുടിച്ചോ? അച്ഛൻ കുടിച്ചടാ. അച്ഛൻ കുടിച്ചിട്ട് 1 ഗ്ലാസ് കൂടെ കുടിക്കാൻ നോക്കി. പറ്റുന്നില്ല. അയ്യോ വയറ് തീർത്ത്. മക്കളെ കൂടി. എനിക്ക് വേണ്ട, അച്ഛൻ കുടിച്ചോ. എടാ പഞ്ചസാരയും ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല കലക്കി ഉഗ്രം കൂടി. എനിക്ക് വേണ്ട, അച്ഛൻ കുടിച്ചോന്ന്. മക്കളെ കുടിയടാ. എടാ വേർപ്പ് വേണ്ട. വേർത്ത് അത്രയുടെ വെള്ളം അല്ലടാ. ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കല്ലടാ. എടാ കുടിയടാ മക്കളെ നാരങ്ങ നല്ലതാ. നല്ലതാ. ആ കൊണ്ടു. അല്ല ചേട്ടാ ഇതെന്തോന്നു? നാരങ്ങ വെള്ളം വേണ്ട. വേണം എനിക്കണം. എന്ത് പോടാ. അല്ല അവൻ കുറച്ച് കുടിച്ചോട്ടെ. വേണ്ട നീ കുടിച്ചാ മതി. എനിക്ക് നാരങ്ങാവെള്ളം കിട്ടിയില്ല. നിനക്ക് ഞാൻ അച്ഛൻ വേറെ കലക്കി തരാം. ഈ വഴക്കണ്ണ എന്തിന്? മക്കൾ കൂടി കുറച്ചുകൂടി കുടിച്ചോ. കുടിച്ചോ കുടി കിട്ടും. കലക്കി കുടിക്കാം. കുടിച്ചോ കുടിച്ചോ. കുടി 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 മൊത്തം കുടി മൊത്തം കുടി. ചേട്ടാ അവൻ കുടിക്കാം. അവൻ കുറച്ച് കുടിക്കട്ടെ. മതി 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 എടാ കിട്ടുന്നു. എടാ മതി. കുടിച്ച് എവിടെയെങ്കിലും പോയി കിടന്നോ. എവിടെയെങ്കിലും പോ. കുടിച്ചിട്ട് പോ പോ. മതി. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ നാരങ്ങാവെള്ളം. വാടി. വന്നതും കുടിച്ചതും പോയതും ഒന്നും ഇത് എന്ത് കലക്കി കൊടുത്താലും ഇത് കുടിച്ചോണ്ട്
കൊള്ളാം. ഉറക്കം വരും, ഭയങ്കര ക്ഷീണമല്ലേ? ആർക്ക്? ഉറക്കം വരല്ലേ? ചെറുതായിട്ട് ഉറങ്ങിക്കോ. ഉറങ്ങാല്ലേ? പാട്ട് കേട്ടോണ്ട് ഉറങ്ങിക്കോ. ഉറങ്ങട്ടെ എന്നാ. അങ്ങനെ ഉറങ്ങരുത്. ഞാൻ അച്ഛൻ കാണിച്ചു തരാം. തലേണ ഇങ്ങനെ വെച്ച് ഇവിടെ കിട, ഇവിടെ കിട, ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ നല്ല വിളിച്ചോ കണ്ട് അവിടെ വെട്ടടിച്ച് ഉറങ്ങാൻ പറ്റൂല. എന്തത് ഇന്ന് തട്ടിയിട്ട് ഇങ്ങനെ ഉറങ്ങാല്ലേ? ഉറങ്ങിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറക്കം നല്ല സുഖം. ഉറങ്ങടാ. പാട്ട് കേട്ടിട്ട് ഉറങ്ങ്. ആ ശരി, ഉറങ്ങിക്കേ. വാവോ 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 വാവോ. ഓ ശരി, ഞാൻ വിളിക്കാമേ. ഞാൻ വിളിക്കാം. ഹലോ ഹലോ, എന്ത് ചെയ്യണേ? ഞാൻ ചുമ്മാ ഈ ചുറ്റുവട്ടം ഒന്ന് കറങ്ങാൻ വന്നതാണെന്ന്. ചുറ്റുവട്ടം കറങ്ങാനാ? ഓ എന്താ ഇവിടെ ഇങ്ങനെ അകത്ത് കൈയിട്ടെന്തോ ചെയ്തോണ്ടിരിക്കുന്നത്? ചുമ്മാന്ന്. അയ്യോ വെറുതെ. നിങ്ങൾ കള്ളനാണോ? ഒന്നുമില്ല. മോട്ടിക്കാൻ വന്നേടാ? തന്നെ ബാലു ഡേയ്, ബാലു, ഞാൻ ബാലു ഡേയ്, ബാലു, ബാലു, കള്ളൻ തോന്നല. ബാലു, പിടിവിടാൻ പറയണ ബാലു, ബാലു ഡേയ്. ഭാഗത്ത് കൈയിട്ടെന്നേ. ഇതിന്റെ അകത്തൂടെ എടാ ഞാൻ ചുമ്മാ ഈ ജനൽ തുറന്നു നടന്നപ്പോ അടയ്ക്കാൻ വന്നതാണെന്ന്. പിന്നെ അല്ലാതെ ഇവനെ തലമണ്ടയ്ക്കൊന്നുമില്ലെന്ന്. നിന്റെ തലയ്ക്കൊന്നുമില്ല. എന്റെ തലകത്തൊന്നുമില്ലെന്ന്. വിളിച്ചോണ്ട് പോടാ. പോടാ അവിടെ. എന്തുവാണ് ഭൈ? എന്താ? ഒന്നുമില്ല മകളെ, ഉറങ്ങിക്കോ. നീ ആരോഗ്യമുള്ള നേരത്തെ ഉടക്കോളാടാ. പോടാ അവിടുന്ന്. നീ എന്തോ പറയണ? ഞാൻ അപ്പൊ ഇടിച്ച് കാര്യം തരാം. നിനക്ക് നീ പോവണത് വെറുതെ. മക്കളെ എന്താ എന്തോന്നാടാ ഇത്? കുറച്ച് വെട്ടിക്കളയടാ. എന്തോന്നാ ഇത് പറയാനാണ് വന്നത്? ഇവിടെ വെട്ടടാ മുടി. അച്ഛൻ ഇരിക്കാൻ പറഞ്ഞില്ലടാ. തലയും കുത്തിയേക്ക് ഇരിക്കപ്പുറത്തില്ല. ഇത് നോക്കും ശല്യപ്പെടുത്തണത്. നിങ്ങക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിനക്ക് വേറെ കാര്യമില്ലേ? പടി. ഓ കേശുവിനെ കളിക്കാൻ വിളിച്ചിട്ട് എണീക്കണല്ലോ, ഉറങ്ങണു. അയ്യോ അയ്യോ, എന്തു പറ്റുകളെ? കേശുവേ, കേശു, കേശുവേ, കേശു, മകളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഞാൻ കിടന്ന് ഉറങ്ങുമ്പോ എല്ലാം കൂടെ കുറ്റം പറയൂലോ. ദേവരത്തെ കിടന്ന് ഉറങ്ങണു. കേശു അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ലല്ലോ. അപ്പുറത്തേക്ക് ഞാൻ വരുമ്പം ഇപ്പൊ എന്തു പറ്റി? എന്തു പറ്റാ ഇവിടെ നിന്ന് ഉറങ്ങണത്? ഇതൊക്കെ ഇവന്റെ നമ്പർ ആയിരിക്കുന്നേ. നമ്മുടെ എല്ലാവരും ശ്രദ്ധ മേലിൽ പതിക്കാൻ വേണ്ടിട്ട് ഇവളിങ്ങനെ തന്നെ ഇടയ്ക്കാണത്. കേശു മകളെ, കേശു എണീക്കടാ. എടി വെള്ളം കൊണ്ടുവാ. ഡേ വെള്ളം ഒഴിക്കണം, അവന് ഉറങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് വെള്ളം ഒഴിക്കാതിരുന്ന അങ്ങനെ കണ്ണുറക്കട കേശു, നമുക്ക് കളിക്കാം. കൺമണി വിളിക്കുന്നത്, കളിക്കാൻ വിളിക്കുന്നത്. മകളെ കളിക്കാൻ വിളിക്കുന്നത്. എനിക്ക് മക്കളെ കുഴപ്പമില്ല, ഒന്നുമില്ല. എനിക്ക് ഇക്ലിയാണല്ലോ. ഇല്ല കുഴപ്പമില്ല. നടക്ക് 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 നടക്ക്. ചുമ്മാ ഇക്ലിയാണല്ലോ. മകളെ വാ നടക്ക്. വാ വാ, ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം. ഇവിടെ ചായ കുടിക്കാം. നാട്ടെ പിന്നെയും കിടന്ന് ഉറങ്ങണോ? അവന് ക്ഷീണം കാണും, ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ, ക്ഷീണം കാണും. ഉറങ്ങിക്കോട്ടെ, കുറച്ച് ഉറങ്ങട്ടെ. എനിക്കോണേ ഇവനെ വല്ല ഉറക്കോളിയും കഴിച്ച പോലെ കിടന്ന് ഉറങ്ങണ എന്താ? ഉറക്കക്കുളിയാ? ആര് ഉറക്കക്കുളിയാ? മകളെ കേശു, കേശു എണീക്കടാ. ദാണ്ട് അടുത്ത് നിൽക്കുന്നു. ഇവന് ഉറക്കമില്ലേ? ഞാൻ എന്തിനാ ഉറങ്ങണത്? നീ ഉറങ്ങായിരുന്ന പിന്നെ എങ്ങനെ? നീ ഉറങ്ങണ പടാ, ഉറങ്ങ്. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിക്കോളാം. രാത്രി പടാ പോതി. വിടുവാല് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ എന്തിനാണ്? ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങിയാണ്. കഴിഞ്ഞ വിട്ടു. ആ
ചിറ്റപ്പ അച്ഛ ഓടിയോ താൻ എന്തൊരു മോള് മുടി വെട്ടെ അപ്പൊ താൻ ഇതിനാണല്ലോ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങിയ അച്ഛാ ചിറ്റപ്പ അച്ഛാ അച്ഛാ എന്താണ് എന്റെ മുടി വെട്ടാൻ വന്ന കാലൻ യവനാ ഞാൻ നിന്റെ മുടി ശശി മുടി വെട്ടാ അച്ഛനാണല്ലോ കൊണ്ടുവന്ന് മുടി വെട്ടാൻ വേണ്ടി ആരെങ്കിലും ഒപ്പിച്ചോണ്ട് വെട്ടോന്ന് അടുത്ത മാസം വെട്ടോന്നോ കയറിക്കൊണ്ട് വരുമോ അടുത്ത മാസം വെട്ടോ അടുത്ത മാസം വിട്ടില്ല അവനെ പിടിയടാ, അവനെ പോകാൻ തന്നെ അടിടാ. ഞാൻ വിടില്ല ചിറ്റപ്പ എന്നെ കൊടുക്കല്ല പറ ശശി ശശി എന്റെ മോനാണ് എല്ലാത്തിനും കാരണം അടിച്ചിറങ്ങിക്കോളാം വീട്ടിൽ നിന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൊച്ചിന്റെ മുടിയെങ്ങാനും വെട്ടാങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എന്റെ അച്ഛനാണ് ഞാൻ ഇറങ്ങിപ്പോവേ. വേണ്ടടി, ഞാൻ ഇറങ്ങിപ്പോവാം. മോനെ വിഷ്ണു വാലർക്ക് വിഷ്ണുവേ മകളാ വിഷ്ണു പാല് പറ. വിഷ്ണു ഞാൻ പോണു എവിടെ പോണു? ഞാൻ നേരിട്ട് പോണു. അല്ലച്ചനി വാഴക്കപ്പം വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അവർക്ക് വായിക്കപ്പം കൊച്ചിനൊന്നും പറയടാ, നീ പോയി വണ്ടി പിടിച്ചോട്ടോ മകളെ. കശു കിടപ്പണ്ട എടി, ഞാൻ മുടിയിൽ നാരങ്ങളുള്ളതിൽ ഉറങ്ങ ഗുളി ഇളകി കൊടുത്തു. എന്റെ പകുതി കുടിച്ച എന്റെ ചെറുക്കനാണ് കിടപ്പ്. അയ്യോ ബാലു എന്തോന്നത്? ഒന്നുമില്ല, ശരിയായിക്കോളും. പിടിച്ചോളൂ, വണ്ടി പിടിച്ചോട്ട് പാടേ. ഞാൻ പോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. മുടിയെ ഇനി മുടി വെട്ടാതെ എന്റെ അച്ഛനാണ് സത്യം, ഞാൻ വീട്ടിൽ കയറൂല, ഉറപ്പാണ്. മുടിയാ കയറൂല. ആരും അങ്ങോട്ട് പോണ്ട. അച്ഛന് കുറെ നാളത്തെ ആഗ്രഹമല്ലേ, വെട്ടിക്കോ. ആളെ വിളി വെട്ടിക്കോന്ന്. മോനെ നീ മുടി വെട്ടണ്ട. ഒന്നുമില്ല, ഞാൻ പൂർണ്ണ മനസ്സോടെ തന്നെ പറയണം, വെട്ടിക്കോ. മക്കള് വാ, എന്റെ പൊന്നു മക്കള് വാ. വേണ്ട. അപ്പോ തുടങ്ങാല്ലേ? വേണ്ട. മുടി വെട്ടി മര്യാദക്കിരിക്കണം. ഡേ കണ്ണു മുക്ക് പോകും നിന്റെ. ശശി നിർത്ത്. വേണ്ട, വിട്ടരാ. മകളെ കരയണ്ട. നീ കരഞ്ഞ് വെറുതെ അച്ഛന് ശാപം ഉണ്ടാക്കി തരണ്ട. എടാ, നാട്ടുകാരെല്ലാം കൂടെ നിന്നെ കുറ്റം പറഞ്ഞടേ. അച്ഛന് കേട്ടോണ്ട് നിൽക്കാൻ പറ്റൂല. അച്ഛൻ ശരാശരി മലയാളി അച്ഛനല്ലേടാ. മക്കള് മുടി വളർത്തിക്കോ കേട്ടാ. അച്ഛാ മുടി വെട്ടാച്ചാ. വേണ്ട, വളർത്തിക്കോ. വെട്ടാച്ചാ, എന്റെ മുടിയെ വെട്ടുവോ? വെട്ടാച്ചാ. വെട്ടുവോ? ഉറപ്പായിട്ട് വെട്ടണം. എന്ന് എന്റെ മുടിയെ ഞാൻ വെറുക്കുന്ന അന്ന് ഞാൻ വെട്ടാം. ഇന്ന് വരെ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെ മാത്രമാണ് ഞാൻ തോറ്റുപോയത്. മക്കള് തോക്കണ്ടാ. ഡേ, എല്ലാരെയും മുമ്പിൽ നീയൊക്കെ പറഞ്ഞു എന്നെ ശശി ആക്കിയില്ലടാ. നീയൊക്കെ